ഹായ് ഹലോ. ഇന്നലെ ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് ഷോർട്സിലോട്ടാണ് പോയിരിക്കുന്നതെന്ന്. അപ്പോഴാണ് എനിക്കിതെന്താ അങ്ങനെ പറ്റിയതെന്ന് 2 പ്രാവശ്യം ഞാൻ പോസ്റ്റ് ചെയ്തു. അപ്പോൾ 2 പ്രാവശ്യം അത് ഷോർട്സിലോട്ടാണ് പോയത്. പിന്നെയാണ് അതെനിക്ക് മനസ്സിലായത് 4 മിനിറ്റിന് താഴെയുള്ള വീഡിയോസ് എല്ലാം ഷോർട്സിലോട്ടേ പോകത്തുള്ളൂ എന്ന്. പിന്നെ അത്യാവശ്യം വ്യൂസും കിട്ടി, ഒരു 3-4-5 സബ്സ്ക്രൈബറും കിട്ടി. അപ്പോൾ പിന്നെ അതവിടെ അങ്ങ് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നാലും അതൊന്നൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള എൻ്റെ ഒരു താല്പര്യം വെച്ച് ഞാൻ ഉണ്ടാക്കുന്ന കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയല്ല, അതിൻ്റെ പിക്ക് ഇതിനകത്തോട്ടിട്ട് ഞാനത് കണ്ടിന്യൂ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റ് ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാം ഇതൊന്ന് കണ്ട് സബ്സ്ക്രൈബും സപ്പോർട്ടും ഒക്കെ ചെയ്യണം കേട്ടോ. ഇതെല്ലാം ഞാൻ ബാക്കി അതിൽ പറഞ്ഞിട്ടുണ്ട്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എപ്പോഴും ഓർക്കും, എല്ലാ വീഡിയോയിലും ഞാൻ ലാസ്റ്റ് പറയാമെന്ന് കരുതും, പക്ഷേ പറയാനായിട്ടങ്ങ് വിട്ടുപോകും. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം കേട്ടോ. ഇത് ഈ അടുത്തിടെയാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസും ഷോർട്സൊക്കെ ഇടാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഒന്ന് കണ്ടെല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്ത് തരണം കേട്ടോ. ഇതെന്താണേലും ഒന്ന് മോണിറ്റൈസ് ചെയ്തെടുക്കണം എന്ന് ആണ് എൻ്റെ വലിയൊരാഗ്രഹം. ഞാനിത് തുടങ്ങിയിട്ട് ഒരു 2 വർഷമായി, പക്ഷേ ഇടയ്ക്കൊരു 1-1.5 വർഷത്തോളം ഞാൻ ഇട്ടില്ലായിരുന്നു വീഡിയോസൊന്നും. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഈ അടുത്താണ് തുടർച്ചയായിട്ട് ഇടുന്നത്. ഞാൻ വീടിൻ്റെ ഇൻ്റർലോക്കിലൊക്കെ നിറച്ചും ചെളിയായിരുന്നു. അപ്പോൾ അത് കഴുകുന്ന വീഡിയോ ആണ് ആദ്യം കണ്ടത്. അപ്പോൾ ഈ ടർട്ടിൽ റെയിന് മേളിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാനത് എടുത്തുകൊണ്ട് വന്നിങ്ങനെ മതിൽ കഴുകിയപ്പോൾ മതിലിൻ്റെ ഹോളിലൊക്കെ ഞാൻ വെച്ചപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ എന്ന് കരുതി. മഴ പെയ്തിട്ടും അത് പോയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊരു ഭംഗിയായിട്ട് തന്നെ എനിക്ക് തോന്നി. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇതൊരു ഉഴുന്നുവടയുടെ റെസിപ്പിയും കൂടെ കാണിക്കാമെന്ന് കരുതി. ഞാൻ അരി ഉഴുന്നും ഇഡലിക്കൊക്കെ അരയ്ക്കുന്ന ദിവസമാണ് ഉഴുന്നുവടയും കൂടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്രഷായിട്ട് ഉണ്ടാക്കാമല്ലോ. 1 കപ്പ് ഉഴുന്നുമാവേ എടുത്തിട്ടുള്ളൂ. അതിനകത്ത് 2 സ്പൂൺ റവയോ അരിപ്പൊടിയോ ഇതിലേതേലും ചേർത്താൽ മതി. കുറച്ച് ഉപ്പും, കുറച്ച് 2 ഉള്ളി, ഒരു ശകലം പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ഒന്ന് നല്ലതായിട്ട് ഞെരടി ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് ഒരു 5-6 ഉഴുന്നുവടയുടെ മാവ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ വീട്ടിൽ, ഞാൻ ഹസ്ബൻഡും മാത്രം. കുട്ടികളെല്ലാം അവരവരുടെ ജോലി സ്ഥലങ്ങളിലാണ്. ഹസ്ബൻഡും കുട്ടികളുമൊക്കെ ആയിട്ടാണ് അവരവരുടെ സ്ഥലങ്ങളിൽ കഴിയുന്നത്. അപ്പം ഞാൻ ഈ ഉഴുന്നുവട 2 പ്രാവശ്യമായിട്ട് 3 എണ്ണം വെച്ച് അങ്ങനെ ഉണ്ടാക്കിയെടുത്തു. നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കുന്ന കാരണം. ഉഴുന്നൊരു കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പായിട്ടിരിക്കും. ഞാൻ പിന്നെ ഇഡലിക്ക് ഉണ്ടാക്കിയ സാമ്പാറിനകത്തോട്ട് ഇട്ടെടുത്തു. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നെ ഒന്ന് സപ്പോർട്ടും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ, മറക്കല്ലേ.